Welcome to Pro Talks by Elevate. I'm Anne Benjamin, and on today's episode, we have Kochosep Chitlapalli, who is the founder of V-Guard Industries. So, sir, it's an honor to have you on our show, and I'm really happy and I'm looking forward to this. Thank you. Thank you very much. And ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ യു സ്റ്റാർട്ടഡ് വിത്ത് വി ഫൗണ്ടഡ് വി ഗാർഡ് ടു ദിസ് ഒരു നോട്ടബിൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി. യു ഹാവ് റീച്ച് ദെയർ. വാട്ട് വാസ് എ ജേർണി ലൈക്ക്? ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസ് സ്റ്റാർട്ടഡ് ആസ് എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നോട്ട് എ സ്മോൾ സ്കെയിൽ, അതൊരു ടൈനി ഇൻഡസ്ട്രി ആയിരുന്നു. അന്ന് എൻ്റെ എംബിഷൻ, അതിൻ്റെ മുമ്പ് എനിക്ക് ജോലിയായിരുന്നു. അപ്പോൾ ആ ജോലി വേറെ നല്ല ജോലി കിട്ടുന്നില്ല. അപ്പോൾ അതിനേക്കാളും ഒരു ബെറ്റർ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു എയിം അന്നുണ്ടായിരുന്നുള്ളൂ. ജോലി ചെയ്തിരുന്ന സ്ഥാപനം അത്ര നല്ല നിലയിൽ പോയില്ല. അപ്പോൾ വേറെ നല്ല ജോലി കിട്ടിയില്ല. അതുകൊണ്ടാണ് V-Guard തുടങ്ങിയത്. എനിവേ, അപ്പോൾ അന്നത്തെ എംബിഷൻ നമുക്കൊരു സർവൈവൽ, അത് എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ പടിപടിയായിട്ട് വളർന്നു. പക്ഷെ എവരി സ്റ്റേജിൽ അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ ഇതിൽ നിന്ന് വാട്ട് നെക്സ്റ്റ്. കാരണം ആദ്യം സ്റ്റെബിലൈസർ മാത്രമായിരുന്നു. എനിക്ക് തന്നെ ഒരു പേടി, കാരണം സ്റ്റെബിലൈസർ മാത്രം കൊണ്ട് മുന്നോട്ട് പോവാം, എത്ര കൊല്ലം മുന്നോട്ട് പോവും. കാരണം ഇവിടുത്തെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ നിന്നാൽ എൻ്റെ കാര്യം അവതാളത്തിലാവല്ലോ. സോ മാറി ചിന്തിച്ചു. ദെൻ ആഡഡ് മോർ ആൻഡ് മോർ പ്രോഡക്ട്സ് ലൈക്ക് സേ വാട്ടർ ഹീറ്റർ, വാട്ടർ പമ്പ്സ് or solar water heater, so many items. Okay. And again added the market to other parts of the country, Tamil Nadu, Karnataka, Andhra. So step by step ആണ്. ഞാൻ പറയും ഒരു ലോങ് ജേർണി ആയിരുന്നല്ലേ? ലോങ് ജേർണിയാണ്. ഇറ്റ് ടുക്ക് 47 years for me to reach up to this level. Okay. So going back to the beginning, were you always sure that you wanted to start a business, or ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവൈവൽ ഇതിൽ ആണോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി. ഇൻ ദ സെൻസ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം പാരൻസ് അവർക്ക് കൃഷിയായിരുന്നു, നാട്ടിൻപുറത്താണ് ജനിച്ചത്. അപ്പോൾ ദോസ് ഡേയ്സ് എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ അതൊരു അത്ര സക്സസ് സ്റ്റോറികളായിരുന്നില്ല. അപ്പോൾ അതിന് ഏതെങ്കിലും നല്ല ജോലി കിട്ടാനായിരുന്നു പഠിച്ചിരുന്നത്. So family ഇതിലേക്ക് inclined ആണോ, like you to start അല്ല, business? ആക്ച്വലി they were quite surprised in the sense. So are you the first business person from yeah. Okay. അപ്പോൾ ഇവൻ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എംബിഷൻ ഒരു കോളേജ് ലെക്ചറർ ആയാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലൊരു ജോലി കിട്ടിയാൽ മതി, കംഫർട്ടബിൾ. Okay. അപ്പം അതിന് വിപരീതമായിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷേ സംഹൗ ഐ വാസ് ഏബിൾ ടു കൺവിൻസ് ദം. പിന്നെ അന്ന് കുറച്ചുകൂടി ധൈര്യം കൂടുതലായിരുന്നു, അന്ന് ബാച്ചിലർ ആയിരുന്നു. അപ്പോൾ ഓക്കെ. All right.